പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മുഴുവൻ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതവിടെ ഒരു ഗ്ലാസ്സോളം ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു പരുവത്തിലാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. പൊടിച്ചെടുത്ത ഗോതമ്പ് ഞാനിതാ ഇതുപോലൊരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ മുഴുവനായിട്ടുള്ള ഗോതമ്പ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ തന്നെ ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് പാറ്റിയെടുക്കണം. ഇതിലൊരുപാട് ഉമിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്നങ്ങ് പാറ്റിയെടുത്ത് അതിലെ ഉമിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പോൾ മുറക്കുള്ള ആൾക്കാരാണെങ്കിൽ മുറത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പാറ്റിയെടുത്താലും മതി. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മുറൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ അതാണ് ഞാൻ ഇതുപോലൊരു തട്ടിലേക്ക് ഇട്ട് കൊടുത്ത് പാറ്റി കാണിക്കുന്നത്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനത്തെ ഞാൻ പായസത്തിനായിട്ട് എടുത്തിട്ടുള്ള എല്ലാ ഗോതമ്പും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊരു 3 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. ഗോതമ്പൊന്ന് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുതിർത്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഒരു 3 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇത് കഴുകാതെയാണ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 3-4 പ്രാവശ്യം നമുക്കിത് നല്ല പോലെ തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പിനേക്കാളും കുറച്ചുകൂടെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു 2 വിസിലൊക്കെ നമുക്കിത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഓരോരുത്തരുടെയും കുക്കറിൽ വേവിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എയറൊക്കെ താനെ റിലീസായി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഗോതമ്പൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മൾ കുക്കറിൽ തന്നെ വെച്ചിട്ട് ഗോതമ്പ് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതിലേക്ക് ഇനി ശർക്കര പാനിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഗോതമ്പൊന്നും വെന്ത് കിട്ടില്ല. ഇനി ഈ വേവിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1.5 കപ്പോളം തേങ്ങയുടെ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 അച്ച് ശർക്കര ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ല പോലെ തന്നെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഗോതമ്പിൽ തേങ്ങാപ്പാലും ശർക്കരപ്പാനിയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു പകുതി ഭാഗത്തോളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്കിത് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒരു 1/2 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. തേങ്ങാക്കൊത്തോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയൊന്നും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒന്നും കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് ഓരോ തിളക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്.
പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ തിളയൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അടുപ്പിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. കുടിക്കുന്ന സമയത്ത് ഗോതമ്പൊക്കെ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം കുടിക്കാൻ. അപ്പോൾ മുഴുവൻ ഗോതമ്പൊക്കെ വീട്ടിലുള്ളവർ എല്ലാവരും ഒരു പ്രാവശ്യം ഈ ഒരു ഓണത്തിന് ഈ ഒരു പായസം തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.